പങ്കെടുത്ത എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീ പി ഹരിശങ്കറെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രൊഫസർ ടി.പി. മുഹമ്മദ് കുഞ്ഞി സാറിൻ്റെ 13ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. 13ാം ചരമവാർഷിക ദിനമാണ്. 2013 അദ്ദേഹം അന്തരിച്ചത്. അതിനുശേഷം ഈ കഴിഞ്ഞ 12 വർഷവും പ്രത്യുഷ വേദിയുടെ നേതൃത്വത്തിൽ പ്രൊഫസർ ടി.പി. മുഹമ്മദ് കുഞ്ഞി സാറിനെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടന്നു. 2014 ഫെബ്രുവരി 22 അദ്ദേഹത്തെ 1ാം ചരമവാർഷിക ദിനത്തിൽ നാം നടത്തുകയുണ്ടായി. അതിനുശേഷം പ്രത്യുഷ വേദിയുടെ നേതൃത്വത്തിൽ ഇത്തരം അനുസ്മരണ പ്രഭാഷണ പരിപാടികൾ നടന്നു വരികയാണ്. അത് ഈ ചരമദിനത്തിൽ തന്നെ നടത്തണമെന്നില്ല. കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു നടത്തിയത്. ഇങ്ങനെ ഈ 11 വർഷവും ചിലപ്പോൾ അവർക്ക് പ്രൊഫസർ ടി.പി. സാറിനെ പരിചയം ഉണ്ടാവണമെന്നില്ല. ഈ 11 വർഷവും ഞാനും സദസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും വേദിയിൽ കടന്നിരിക്കാറില്ല പൊതുവെ. പക്ഷെ ഇത്തവണ മഹേശ്വരൻ മാസ്റ്റർ നിർബന്ധിച്ചു. ഇത്തവണ അധ്യക്ഷൻ നീ തന്നെ. ഫാറൂഖ് കോളേജിലും മമ്പാട് കോളേജിലും കൊണ്ടോട്ടി കോളേജിലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആരെങ്കിലുമൊക്കെ ഒന്ന് തൊടുമ്പോഴാണ് നല്ലൊരു സുഹൃത്തുണ്ടാകുന്നത്. ഒരുപക്ഷെ നാരായണ ഗുരു നമ്മളുടെ അധ്യാത്മ ലോകത്ത് ഇത്രമാത്രം പ്രസക്തനായിരിക്കുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം ആത്മാവിനേക്കാൾ കൂടുതൽ ജീവിതത്തെ തൊട്ട് വരുന്നു. ആത്മാവിനെയും ദൈവത്തെയും പ്രപഞ്ചത്തെയും തൊട്ട് സംസാരിക്കുന്ന ആശയങ്ങളും വ്യക്തികളും നമുക്കൊരു കുറവുണ്ടായിരുന്നില്ല എല്ലാ കാലത്തും. പക്ഷെ മനുഷ്യപ്പറ്റ് വളരെ കുറവായി. മനുഷ്യനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് നാളായിട്ടുണ്ട്. നമ്മളെപ്പോഴും അതീതമായ ശക്തികളെയാണ് കൂടുതലും അഡ്രസ്സ് ചെയ്തിരുന്നത്. നൂറ്റാണ്ടുകളായി നമ്മൾ ശീലിച്ചു പോകുന്ന നമ്മുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ സമത്വം എന്ന് പറയുന്ന, മര്യാദ എന്ന് പറയുന്നതൊന്നും ഉണ്ടായിരുന്നേയില്ല. അത് ഒരു ഹൈറാർക്കിക്കൽ സ്പീഷീസ് എന്ന നിലയിൽ, ശ്രേണീബദ്ധ ജീവി എന്ന നിലയിൽ ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ ഏറ്റക്കുറച്ചിലുകളോടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. 36 അടി ദൂരെ മാറി സഞ്ചരിക്കണം ചില പ്രത്യേകതരം മനുഷ്യരിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ 36 അടി മാറി സഞ്ചരിക്കുന്ന ആളുകൾക്ക് അതൊരു കുഴപ്പമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അവർക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. സദാ ജീവിതം സഹിച്ച് അടിമയെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് തങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്നുള്ള തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം കഷ്ടപ്പെടലാണ് ജീവിതം എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. അത് നമ്മുടെ പ്രാരബ്ധ ദുഃഖങ്ങളാണ്, അനുഭവിച്ച് തീരേണ്ടതാണ്. മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ ദുരിതമായിട്ട് അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മുസ്ലിം പ്രസംഗിക്കുന്നത് ഗുജറാത്തില് മനുഷ്യരെല്ലാം കൊന്നൊടുക്കിയത് അവരൊക്കെ നിസ്കരിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ദൈവം തന്നെ പ്രത്യേക മന്ത്രിമാരെ തിരഞ്ഞെടുത്ത് അവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളായി നിസ്കരിക്കാത്തവരൊക്കെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇത്ര കൊന്നൊടുക്കിയത്. വളരെ സത്യസന്ധമായിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ വിചാരിക്കരുത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഈശാവാസ്യോപനിഷത്തിൽ പറയും, അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും വിദ്യയിൽ രമിക്കുന്നവർ അതേക്കാൾ കൂരിരിക്കലും വീണുപോകുന്നു. അറിവില്ലായ്മയെ ഉപാസിക്കുന്നവർ ഇരുട്ടിൽ വീണുപോകുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവരുടെ ഉള്ളിലൊരു വിഷമുണ്ടാവും. എന്തോ ഒരു കുഴപ്പം എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും അറിവില്ലായ്മയെ ഉപാസിക്കുന്നവർക്ക്. അറിവിൽ രമിക്കുന്നവരുടെ ഒരു പ്രശ്നം
അവർ 100% സത്യമായ ഒരു കാര്യമാണ് പറയുന്നതെന്ന് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് അറിവില്ലായ്മയേക്കാൾ അറിവിനെയാണ് ഭയക്കേണ്ടത്. കാരണം അറിവിൽ രമിക്കുകയാണ് ചെയ്യുന്നത്. അവര് അറിവില്ലായ്മയെ ഉപാസിക്കുന്നവരെക്കാൾ ഇരുട്ടിലാണ് വീണു പോകാന്നാണ് പറയുന്നത്. അറിവുള്ളവരാൽ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കുരുതി കൊടുത്തിട്ടുള്ളത്. അറിവില്ലായ്മ ഉള്ളവരാലല്ല. 100% ബോധ്യമാണ് താനീ ചെയ്യുന്നത് ശരിയാണെന്ന്, താനീ ചിന്തിക്കുന്നത് ശരിയാണെന്ന്, താനീ പ്രവർത്തിക്കുന്നതും പറയുന്നതും ശരിയാണെന്ന്. അത് അനുഭവിക്കുന്നവർക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു നൂറ്റാണ്ടുകളോളം. അങ്ങനെയുള്ള ഒരു സാമൂഹികതയിലാണ് നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാർ വന്ന് ജനിക്കുന്നത്. മനുഷ്യർ തുല്യതയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചൊക്കെ ചില വ്യക്തികൾ പണ്ട് പാടിയിട്ടുണ്ടെങ്കിലും മനുഷ്യ സമൂഹം സമത്വം, സ്വാതന്ത്ര്യം, തുല്യത, നീതി, തുല്യനീതി എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഒരു 500 വർഷം പോലും ആയിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെ ഒരു സദസ്സ് 100 വർഷം മുമ്പില്ല, ഒറ്റ സ്ത്രീകളോട് ഉണ്ടാവില്ല. അതുകൊണ്ട് 100 വർഷം മുമ്പ് ഉള്ള കാലത്തിലേക്ക് പോയി സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഉമ്മ പറയുന്നത് എപ്പോഴും പറയും. ഉമ്മാടിയെ ചോദിക്കും, പഴയ കാലമാണോ ഉമ്മ നല്ലത്, പുതിയ കാലമാണോ നല്ലത്? ഉമ്മ വലിയ ചിന്തകയൊന്നുമല്ല. അപ്പൊ ഉമ്മ പറയാറ്, നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു പക്ഷെ പഴയ കാലം നല്ലതായിരിക്കും, ഞങ്ങൾക്ക് എന്തായാലും അല്ല. അത്രയേ ഉള്ളൂ നമ്മളുടെ പഴയ കാലത്തിന്റെ ചരിത്രം. വളരെ കുറച്ച് മനുഷ്യർ മാത്രം ജീവിക്കുകയും ബാക്കിയുള്ളവർ മുഴുവൻ അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിരുന്ന ചരിത്രമാണ് മനുഷ്യന്റെ ഭൂതകാലം എന്ന് പറയുന്നത്. അതൊരു വീടായാലും ഒരു നാടായാലും ഈ ലോകമായാലും ഇപ്പോഴും നമ്മളുടെ വീട് ഏകദേശം അങ്ങനെയൊക്കെയാണ്. ഞാൻ ചെറുപ്പത്തില് ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത്. അപ്പൊ ഉമ്മ പറയും, വല്യപ്പ ഹാപ്പി ആണെങ്കിൽ സൈലന്റ് മോഡിൽ ഇട്ടേക്ക്. അറിയില്ലായിരിക്കും ആരെങ്കിലും ചെയ്തു കൊടുത്താൽ. ചിലർക്കത് അറിയില്ല. ഞാനൊക്കെ പിന്നീടേ പഠിച്ചേ സൈലന്റ് മോഡിൽ. പല പിള്ളേരും പറഞ്ഞിരുന്നു നമുക്ക്. എന്നിട്ടാണ് നമ്മൾ കുട്ടികളെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. ഞാൻ കുട്ടികളെ കുറിച്ചുള്ള പുസ്തകം എഴുതിയപ്പോൾ ഞാനതിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എൻ്റെ മൊബൈല് ഹാങ് ആയി കഴിഞ്ഞാൽ ഒരു രീതിയിലും ശരിയാവുന്നില്ലെങ്കിൽ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് ചോദിക്കാം ഇതെങ്ങനെ ശരിയാക്കാം. അവർക്കത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. നമ്മളിങ്ങനെ പെടാപാട് പെടുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു 8 വയസ്സോ 12 വയസ്സുള്ള കുട്ടി പറയും, മാമ അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുമോ, അത് ശരിയാവുമെന്ന് പറയും. അത്രയും നമ്മളെക്കാൾ പ്രായോഗിക ജ്ഞാനം കൂടുതലുള്ള കുട്ടികളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്ന കുട്ടികളെ നമ്മളെ ബഹുമാനിക്കണം. അവർക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ വല്യപ്പ ഹാപ്പി ആണെങ്കിൽ വീട്ടുകാർക്ക് മുഴുവൻ പൊട്ടിച്ചിരിക്കാം. വല്യപ്പാടെ മൂഡ് ശരിയല്ലെങ്കിൽ ആ വീട്ടിലെല്ലാവരും മിണ്ടാതിരുന്നു. ഒരാൾക്കും സന്തോഷിക്കാനുള്ള അവകാശമില്ല. ഇതിന് പറയുന്ന പേരാണ് ഭൂതകാല ചരിത്രം. അതുകൊണ്ട് അവിടേക്ക് തിരിച്ചുപോയി ഒരു മൂല്യത്തെയും നമുക്ക് പെറുക്കിയെടുക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്, അറിവുള്ള വളരെ സാംസ്കാരികമായി ഉയർന്ന ആളുകൾ പോലും പുതിയ കാലത്തെ കെട്ടകാലം എന്ന് പറയും. ആ പണ്ടത്തെ മൂല്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഉറക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ, യുദ്ധങ്ങളുടെയും പകയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ജാതിയുടെയും വിഭാഗീയതയുടെയും കഥകളാണ് 90%. വളരെ കുറച്ചേ ഉള്ളൂ മനുഷ്യപ്പറ്റിന്റെ കഥകൾ. ഇന്നങ്ങനെയല്ല. ഇത് 4 കുട്ടികൾ നടന്നു പോകുമ്പോൾ ഒരു നായയെ കണ്ടാൽ 2 കുട്ടി കല്ലെടുക്കുമ്പോൾ 5 കുട്ടി അതിനെ തടയും. പണ്ട് നമ്മളാണെങ്കിൽ 5 ആളും ആരാണ് ഏറ്റവും ശക്തിയായിട്ട് നായനെ എറിഞ്ഞത് ആൾക്കാർക്ക് സമ്മാനം ഉണ്ടാവും. ഞാനൊരു ചെറിയ കഥ വായിച്ചിട്ടുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഗുരുവിലേക്ക് വരാം. ഒരു
പൂന്തോട്ടത്തിൽ 2 കുട്ടികൾ നടക്കാനിറങ്ങി. 2 കുട്ടികൾ, ഒരു ഏട്ടത്തി അനിയത്തി. കുറേ സമയം തോട്ടത്തിലെ തുമ്പികൾ, പാറിപ്പറക്കുന്ന തുമ്പികളെ നോക്കി ആസ്വദിച്ചിട്ട് അവരകത്തേക്ക് കയറി പോയപ്പോൾ അമ്മ തുമ്പി കുഞ്ഞു തുമ്പിയോട് പറയാണ്, മോളെ, പുതിയ തലമുറയിലെ കുട്ടികളായത് നന്നായി, പഴയ തലമുറയിലെ കുട്ടികളായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് കല്ലെടുപ്പിച്ചേനെ. നമ്മളെന്താ ചെയ്തിട്ടുള്ളത്? വാലിൽ നൂല് വലിച്ചു കെട്ടി ഒരു കല്ലും കൊണ്ടുവന്ന് അതിനെ പിടിച്ച് എടുപ്പിക്കും, വാശിക്ക് വട്ടത്തിൽ ഇരുന്നിട്ട്. എന്നിട്ട് പറയാം നമ്മളൊക്കെ ഗംഭീര ആൾക്കാരായിരുന്നു. അപ്പൊ അതൊരു വേറൊരു വിഷയമാണ്. പക്ഷെ നാരായണ ഗുരുവിന്റെ കാലത്തേക്ക് എത്തുമ്പോൾ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആശയങ്ങളിലും ചിന്തകളിലും പ്രവൃത്തികളിലും മനുഷ്യത്വത്തിൻ്റെ അംശം വളരെ കുറവായിരുന്നു എന്ന് തിരിച്ചറിയുകയും ആത്മാവ് എന്ന് പറയുന്ന ഒന്നിൽ നിന്ന് ജീവിതത്തിലേക്ക് മനുഷ്യരെ ഇറക്കിക്കൊണ്ടുവരാനുള്ള നന്മയുടെ ഒരു നനവിൻ്റെ ഒരു തുരുത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളിലും, എല്ലാ വാക്കിലും, എല്ലാ പ്രവൃത്തിയിലും നിരന്തരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഗുരു എഴുതിയ, ഒരു പക്ഷേ ഗുരുവിൻ്റെ ജീവിത ദർശനം എന്ന നിലയിൽ ഗുരു എഴുതിയിട്ടുള്ള ഒരു കൃതിയിലെ കുറച്ച് വരികൾ ഞാനത് പറഞ്ഞിട്ട് തുടങ്ങി ചൊല്ലിയിട്ട് നമുക്ക് ഗുരുവിൻ്റെ ജീവിത ദർശനത്തെ കുറച്ചും കൂടി ഒന്ന് അടുത്ത് ഞാൻ ഉൾക്കൊണ്ട ദർശനത്തെ അങ്ങനെ പറയാൻ പറ്റും. ഗുരുവിൻ്റെ ജീവിത ദർശനം എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നെ സ്പർശിച്ചിട്ടുള്ള, ഞാൻ വായിച്ച ഒരു നാരായണ ഗുരു ഉണ്ട്. നടരാജ് ഗുരുവിലൂടെയും ഗുരുനിത്യയിലൂടെയൊക്കെ എന്നെ സ്പർശിച്ച ഒരു നാരായണ ഗുരു ഉണ്ട്. വളരെ കുഞ്ഞുനാളിൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയിരുന്നത് മനുഷ്യരെ ഞങ്ങളും നിങ്ങളും എന്ന് മനുഷ്യരെ വേർതിരിച്ച് പറയുന്നതാണ്. ദൈവത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിലൊക്കെ ഞങ്ങളും നിങ്ങളും എന്ന് വെളിച്ചത്തെ അടിസ്ഥാനമാക്കി തന്നെ, ഇരട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, വെളിച്ചത്തെ കുറിച്ച് പറയുന്ന മനുഷ്യർ തന്നെ ഞങ്ങളും നിങ്ങളായി പിരിഞ്ഞ് ഞങ്ങളാണ് ശരി, നിങ്ങളുടെ വെളിച്ചം തെറ്റാണ്, ഞങ്ങളുടെ വെളിച്ചമാണ് ശരിയായ വെളിച്ചം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നത് കണ്ട് ഒരുപാട് നൊന്നിട്ടുള്ള ഒരു കുഞ്ഞുനാൾ എനിക്കുണ്ട്. ആ യാത്ര പല വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അവസാനം ഫേൺഹില്ലിൽ നാരായണ ഗുരുകുലത്തിൽ നിത്യൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഞങ്ങളും നിങ്ങളും എന്നും പറയാതെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പല ദേശത്തുള്ള മനുഷ്യർ ഒരു സ്ഥലത്ത് ഒരേ ആശയത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഒരു സ്ഥലത്ത് ഞങ്ങളും നിങ്ങളെന്നും പറയാതെ നമ്മളെല്ലാം മനുഷ്യരാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഇടം, ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിക്കുന്ന ഒരു സ്പേസ്, ഒരു ഇടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ഫേൺഹില്ലിലാണ്. അവിടെ ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടേയില്ല. മാത്രമല്ല, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ദർശനങ്ങളും, അത് ഫിലോസഫി മാത്രമല്ല, സാഹിത്യവും സംഗീതവും ചിത്രകലയും പലതരത്തിലുള്ള ചിന്തകളും ദർശനങ്ങളും എല്ലാം ഒരുപോലെ കണ്ട് ആഴത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ഒരു കൂട്ടം. ഗുരു അതിനെ സിംഫണി ഓഫ് വാല്യൂസ് എന്നാണ് വിളിച്ചത്. പല മതസാരവും ഏകം എന്ന നാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് ആധുനികമായിട്ടുള്ളൊരു ഭാഷയിലേക്ക് ഗുരു ട്രാൻസ്ലേറ്റ് ചെയ്തത് സിംഫണി ഓഫ് വാല്യൂസ് എന്നാണ്. കാരണം മതം എന്ന് പറയുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള അർത്ഥത്തിലല്ല എന്നും അത് വാല്യൂസ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നും പുതിയ കാലം തേടുന്നത് ഒരു സിംഫണി ഓഫ് വാല്യൂസ് ആണെന്നും ശരിയായ ഒരു ശരിയല്ല ഇനി തേടേണ്ടതെന്നും മനുഷ്യർ സഞ്ചരിച്ചു വന്ന യാത്രകളിൽ മനുഷ്യന് വെളിച്ചം നൽകാൻ സഹായിച്ചിട്ടുള്ള എല്ലാറ്റിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മാലയിൽ കോർത്തുകൊണ്ട് ഒരു ദർശനമാലയാണ് ഇനി ഉണ്ടാവേണ്ടതെന്നൊക്കെ പറഞ്ഞ ആ നാരായണ ഗുരുവിൻ്റെ ആന്തരിക സ്വച്ഛതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്പേസ് ഞാൻ ആദ്യം അനുഭവിക്കുന്നത്. ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരിടം കണ്ടെത്തിയ ഒരു ഫീൽ എനിക്കുണ്ടാകുന്നത്
ഫ്ലേൺഹിൽ ഗുരുകുലത്തിലെത്തിയപ്പോഴാണ്. ഒരു പക്ഷേ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് തത്വചിന്തകൾ പഠിക്കുന്നതിനേക്കാൾ, വളരെ ആഴത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ മനുഷ്യനെ തൊടുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഹൃദയപൂർവം അടുത്തടുത്തിരുന്ന് ചായ പകർന്നു കൊടുത്ത് സ്നേഹം പകർന്നു കൊടുത്തല്ലാതെ നിങ്ങൾ നിങ്ങളുടെ അറിവ് പങ്കുവെക്കരുത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് അവിടെ നിന്നാണ്. നിങ്ങളുടെ അടുത്തേക്ക് ആര് വന്നു, ഫ്ലേൺഹില്ലിലേക്ക് ആര് വന്നാലും നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ അവിടെ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കയറി വരുന്നവർ എന്ത് ചിന്തിക്കുന്നവരാണ്, ഏത് ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നൊന്നും നോക്കാതെ ആ വരുന്ന മനുഷ്യന് വെള്ളം കൊടുക്കുക, കുളിക്കാൻ ഉള്ള ഇടം കാണിച്ചു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അങ്ങനെ ഒരു ചേർത്ത് പിടിച്ചതിന് ശേഷം മതി ആശയപരമായ ചർച്ചകൾ എന്ന് പറയുന്ന ഒരിടം. അതിനു മുമ്പൊക്കെ ഞാൻ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ എൻ്റെ അന്വേഷണമായിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട്. അവർക്ക് എന്നെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ, എൻ്റെ കണ്ണിലേക്ക് സ്നേഹത്തോടെ നോക്കുന്നതിനേക്കാൾ, എന്നെ ഒന്ന് തൊടുന്നതിനേക്കാൾ അവർക്ക് അറിയേണ്ടിയിരുന്നത് ഞാനിപ്പോൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നില്ല, എന്ത് ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നില്ല എന്നതിനെ കുറിച്ചായിരുന്നു. ആ ഒരു ഹൃദയസ്പർശം വളരെ കുറവായിരുന്നു. നാരായണ ഗുരു തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കുഞ്ഞുനാളിൽ അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മരുത്വാമലയിൽ പോയും അരുവിപ്പുറത്ത് പോയിട്ടും തപസ് ചെയ്തിട്ടൊന്നുമല്ല ഗുരുവിന് ദർശനം രൂപപ്പെട്ടത്. അദ്ദേഹം എന്നും അങ്ങനെയായിരുന്നു. ആ ഒരു ചെറിയ കുട്ടി നടന്നു പോകുമ്പോൾ ഒരു വീട്ടില് ഒരു കലത്തിൽ കഞ്ഞി തിളച്ചു മറിയുന്നത് കണ്ട് ഓടിച്ചെന്ന് അത് ഇറക്കി വെക്കുന്നു. ഉടനെ തന്നെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ദേഷ്യപ്പെട്ടിരിക്കുന്നു. നീ എന്താണ് കാണിച്ചത്? നമ്മൾ തൊട്ടുകൂടാത്തവരുടെ വീട്ടിൽ പോയിട്ടാണ് നീ ആ കഞ്ഞിക്കൽ ഇറക്കി വെച്ചിട്ടുള്ളത്. അത് ചെയ്യാൻ പാടുള്ളതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അച്ഛൻ്റെ അമ്മയുടെ അമ്മാവിൻ്റെ ഒക്കെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഞാനത് ഇറക്കി വെച്ചില്ലായിരുന്നെങ്കിൽ അവർ പട്ടിണി എടുക്കില്ലേ? വല്ലപ്പോഴാണ് അവർക്ക് ഇത്തിരി അരി കിട്ടുക. അമ്മയെ ഞാനത് ഇറക്കി വെച്ചില്ലെങ്കിൽ അവർ പട്ടിണി കിടക്കില്ലേ? അവിടെ ആ കുട്ടി കണ്ട ഒരു കാഴ്ച, ആ ഒരു അരി, ആ ഒരു കലം തിളച്ചു മറിഞ്ഞു പോയാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അവർക്ക് അരിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ്. നമ്മള് മനുഷ്യര്, ഒരുപക്ഷെ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു ദുരിതം എന്ന് പറയുന്നത് എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം. നമുക്കൊരു ജോസഫ്, ഷൗക്കത്ത്, രമേഷ് എന്ന് 3 വാക്ക് പറഞ്ഞാൽ, ഷൗക്കത്ത് എന്നുള്ളൊരു വാക്ക് കേട്ടാൽ ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണരാൻ മുസ്ലിം മനുഷ്യന് വരില്ല. ജോസഫ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഉള്ളിൽ വരിക ക്രിസ്ത്യാനി എന്നാണ്. രമേഷ് എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നാ പറയുക. മനുഷ്യന് ആദ്യം വരില്ല. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, BJP ആയിരിക്കാം, ഇന്ത്യക്കാരനായിരിക്കാം, കേരളീയനായിരിക്കാം. ഇങ്ങനെ നമ്മളുടെ റിയൽ ആയിട്ടുള്ള നേച്ചറിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ഐഡന്റിറ്റികൾ മാത്രമാണ് നമ്മളുടെ ബോധത്തിൽ ഉറച്ചു പോയിട്ടുള്ളത്. നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ ഒരു പ്രോബ്ലമാണത്. നമ്മളിൽ ഉറച്ചു പോയിട്ടുള്ളത് മനുഷ്യൻ എന്നത് നമ്മളിനി ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ബ്രെയിനിൽ. ഇല്ല, അത് നമ്മൾ എത്ര ഉദാത്തമായി ചിന്തിക്കുന്നവരായാലും ഇല്ല കേട്ടോ. ഒരു പൂച്ചയെ കണ്ടാൽ ഇത് പൂച്ച എന്ന് പറയുന്നത് പോലെ ഇത് മനുഷ്യരാണ്, എൻ്റെ ചുറ്റും ഇരിക്കുന്നതെല്ലാം മനുഷ്യരാണെന്ന് ഞാൻ എൻ്റെ തലച്ചോറിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ഹിന്ദു ആണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട, മുസ്ലിം ആണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട, വെള്ളക്കാരനാണ്, കറുത്തവനാണ്, പണമുള്ളവനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, സ്ത്രീയാണെന്നും പുരുഷനാണെന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട, കുട്ടിയാണ്, മുതിർന്നവരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഇതെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൽ. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നെ പോലെ തന്നെ ഒരു മനുഷ്യനാണെന്നുള്ളത് നാച്ചുറലായി ഫങ്ഷൻ ചെയ്യാത്ത ഒരു ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ജോസഫ് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും മതമില്ലെങ്കിലും ക്രിസ്ത്യാനി എന്നാണ് ബ്രെയിനിൽ ഉള്ളിലുള്ളൂ.
പിന്നെ നമ്മളതിനെ ക്യാൻസൽ ചെയ്തിട്ട് മനുഷ്യനാക്കണം. നാച്ചുറലായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ കൃത്രിമമായി സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയാണ്. ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയോട് ചേർത്ത് വെച്ചല്ലാതെ ഒരു മനുഷ്യനെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് നാരായണ ഗുരു പറയുമ്പോൾ അത് എളുപ്പമല്ലാത്തൊരു കാര്യം. പക്ഷെ അദ്ദേഹത്തിന് അത് അങ്ങനെയായിരുന്നു, എന്നും അങ്ങനെയായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും ആ കുട്ടിയുടെ ബോധത്തിൽ ജാതി തിരിച്ചോ മതം തിരിച്ചോ മനുഷ്യനെ വേർതിരിച്ച് കാണാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, അതിനു മുമ്പ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് ഇടപഴകുന്ന മനുഷ്യർ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അത് വളരെ നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്ത ഒരു സിസ്റ്റം നാരായണ ഗുരുവിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിൽ അതുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നതിൻ്റെ ലക്ഷണം ആ മനുഷ്യൻ കൂട്ടത്തിലായിരിക്കുന്നവരുടെ കൂടെ മാത്രമായിരിക്കില്ല എന്നതാണ്. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിലായിരിക്കുമ്പോൾ അറിയാതെ നമ്മളുടെ സിസ്റ്റം നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൻ്റെ ഭാഗമായിരിക്കും. ഇതിൻ്റെ പുറത്തുള്ളവരൊക്കെ നമുക്ക് അന്യരായിരിക്കും. അറിയാതെ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ്. നാരായണ ഗുരു എപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്, അദ്ദേഹം അരിവപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി പിറ്റേന്ന് രാവിലെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ചുറ്റും ഭക്തരായിട്ടുള്ള ജനങ്ങൾ അശ്രുവാർത്ത് അഭിമാനത്തോടെ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുകയാണ്. അപ്പൊ ഗുരു നോക്കുന്നത് ആ കൂട്ടത്തിലേക്ക് വരാതെ രണ്ടുപേര് കുറേ ദൂരെ മാറി നിൽക്കും. ഒരു ചുള്ളിക്കമ്പ്, ഉണങ്ങി വരണ്ട ചുള്ളിക്കമ്പ് പോലെ മെലിഞ്ഞ രണ്ടുപേർ. ഗുരു അതാണ് കാണുന്നത്. ഗുരു അവരെന്താണ് അകലെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം അത് ജാതിയിൽ കുറഞ്ഞവരാണ്. ഗുരു അവരെ അടുത്തേക്ക് വിളിക്കുക. ഗുരു അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ച് നിർത്തിയപ്പോൾ ആ രണ്ട് പേരുടെയും ഗുരുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നുവെന്ന് കുറ്റിപ്പുഴയാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ നടരാജ ഗുരു പറഞ്ഞതായി ഗുരുനിത്യ പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ്. ഗുരു എപ്പോഴും എവിടെ ചെന്നിരിക്കുമ്പോഴും തനിക്ക് ചുറ്റും ചേർന്നിരിക്കുന്നവർക്ക് പുറത്ത് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ, ആരെയെങ്കിലും പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയും അല്ലെങ്കിൽ ഗുരു അങ്ങോട്ടേക്ക് ചെല്ലുകയും ചെയ്തിരുന്നു എന്നതാണ് ഗുരു ചെയ്തിരുന്ന ഒരു കാര്യം. ഇത് മനുഷ്യർക്ക് പൊതുവെ നടക്കാത്തൊരു കാര്യം. മനുഷ്യർക്ക് എപ്പോഴും, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളോട് ചേർന്നിരിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നത്. അത് ആശയപരമായാലും, അതിന് വളരെ സമത്വം, അഹിംസയെ കുറിച്ച് സംസാരിക്കുന്ന ആളാണെങ്കിലും, കമ്മ്യൂണിസം പറയുന്ന ആളാണെങ്കിലും, ഈ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പറയുന്ന ആളാണെങ്കിലും, വർഗീയത പറയുന്ന ആളാണെങ്കിലും, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ പറയുന്ന ആശയത്തിനോട് ചേർന്നിരിക്കുന്ന കൂട്ടത്തെ മാത്രമേ നമുക്ക് നമ്മുടെ കൂട്ടായിട്ട് ഫീൽ ചെയ്യാറുള്ളൂ. അതിനപ്പുറത്തുള്ളതൊക്കെ അന്യരായിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിന് ഫീൽ ചെയ്യുക. അതിനെ ബോധപൂർവം ചേർത്ത് പിടിക്കുന്നിടത്താണ് ഒരാൾ മനുഷ്യത്വത്തിലേക്ക് യാത്ര തുടരുക. ഇത് നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ഗുരുനിത്യ എപ്പോഴും പറയും. നമ്മുടെ വീട്ടിലെ കുട്ടികളും മുതിർന്നവരും എല്ലാ കാലത്തും അധകൃതരാണ്. എല്ലാ കാലത്തും അധകൃതരാണ്. ഒരിക്കലും തുല്യതയോടെ നമ്മൾ ഇടപഴകിയിട്ടില്ല. അതുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ ദർശനം ആധുനിക കാലത്ത് പ്രസക്തമായിരിക്കുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും കുറേ നമ്മളുടെ പുറത്തുള്ള ആരൊക്കെയോ നന്നാവാൻ വേണ്ടിയിട്ടല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയിൽ എങ്ങനെയാണ് മര്യാദ ഉണ്ടാവേണ്ടതെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജലാലുദ്ദീൻ റൂമി അദ്ദേഹത്തിൻ്റെ മസ്നവിയിൽ പറയും, മനുഷ്യനല്ല രോഗം, മനുഷ്യനാണ് രോഗം.
മനുഷ്യൻ ഇറ്റ്സെൽഫ് ഒരു രോഗമാണ്. കാരണം അവന് ഞാനും ഞങ്ങളും മാത്രമാണ് ശരി. അവനെപ്പോഴും അപ്പുറത്തൊരു തെറ്റുണ്ട്, അപ്പുറത്തൊരു അന്യനുണ്ട്, അപ്പുറത്തൊരു ശത്രുവുണ്ട്. ആ പിണങ്ങിക്കിടക്കുന്ന ഇടങ്ങളെ ഇണക്കമുള്ളതാക്കാൻ നമ്മളുടെ ബോധത്തിൽ നാം ഉണർത്തിയെടുക്കേണ്ട വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് പറയുന്നത് കരുണയാണ്, അൻപാണ്, അനുകമ്പയാണ്. ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാം ഇതേദിനും അരുളൻപനുകമ്പമൂന്നിനും പൊരുളുന്നാണ് ഇതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരീ. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര മാറുന്ന ഒരുടമ്പുദാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം. ഒരുവനു നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരന് പരമ്പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണ് എരിഞ്ഞിടുന്നു. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടേണം. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. നാരായണ ഗുരുവിന്റെ ദർശനങ്ങളിലൊക്കെ പറയാൻ ശ്രമിച്ചത് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും
ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ ഇപ്പോൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ ഇത്രമാത്രം സംഘർഷം അനുഭവിക്കുന്നത്, മനുഷ്യൻ ഇത്രമാത്രം വലിയ മുറുകലുകൾ അനുഭവിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, ഉദാത്തമായ ആശയങ്ങളുടെ കുറവ് കൊണ്ടുമല്ല, അലിവിൻ്റെ കുറവ് കൊണ്ടാണ്. എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനോട്, എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനോട് ഉത്തരവാദിത്വം തോന്നുന്ന ബോധത്തിന് പറയുന്ന പേരാണ് അലിവ്. എൻ്റെ ടെറിട്ടറിക്കുള്ളിലുള്ളതിനോടല്ല. ഞാൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള, എൻ്റെ ബോധം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള, ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ ബോധാനുഭവം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്. നാരായണ ഗുരു ആത്മോപദേശത്തിൽ പറയും, അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, അതിനോട് ഒരു ഇതന്ത വാമയായും വരും, ഇവ രണ്ട് ഉലഭങ്ങൾ പോലെ മായാമരമഖിലം മറിയെ പടർന്നിടുന്നു. നമ്മുടെ ബോധത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മളിൽ ഉണ്ടായി വന്നത്. ബോധത്തിൽ ആദ്യം ഉണരുന്ന സ്പന്ദനം ഞാൻ എന്ന് പറയുന്നതാണ്. രണ്ടാമത്തേത് എൻ്റേത് എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഞാനെന്നും എൻ്റേത് എന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു വള്ളിപ്പടർപ്പ് പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ജീവിതം. അതിൽ എൻ്റേതല്ലാത്തത് എന്നും ഞാനല്ലാത്തതെന്നും ഞാൻ അകറ്റി നിർത്തിയിട്ടുള്ളതും എൻ്റേത് എന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളതും ചേർന്നുള്ള സംഘർഷമാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ലൈഫിന്, എൻ്റെ തലച്ചോറിൽ കുറച്ച് അയവുണ്ടാകണമെങ്കിൽ ഞാനെന്നും എൻ്റേതെന്നും പറഞ്ഞ ആ ഫ്രെയിമിൽ മാത്രം പുലുക്കി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകില്ല. എല്ലാം ഉണ്ടാവും, ഉണ്ടാക്കിയത് മുഴുവൻ എനിക്ക് സ്വസ്ഥത നൽകുമെന്ന വിശ്വാസം മാത്രമേ ഉണ്ടാവൂ, സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മുടെ തലച്ചോറിന് സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ ഞാനെന്നും എൻ്റേതെന്നും പറഞ്ഞ് ഞാൻ കെട്ടിപ്പൊക്കിയ എൻ്റെ മതിൽ കെട്ടിന് പുറത്തേക്ക് എൻ്റെ കൺസേണിൻ്റെ കൈ നീണ്ടു ചെല്ലേണ്ടതുണ്ട്. അവിടെ നമുക്ക് അയവുണ്ടാവും. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമുക്ക് നിർബന്ധിതമായ ഉത്തരവാദിത്തമില്ലാത്ത ഒരാളെ, ഒരു ചെടിയെ, ഒരു പൂച്ചയെ, ഒരു നായയെ നമ്മൾ സഹായിച്ച ദിവസമായിരിക്കും ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവുക. എൻ്റെ വീട്ടുകാരെ സഹായിച്ച ദിവസമായിരിക്കില്ല. കാരണം അവിടെ ആ വലിയ മുറുകലിന് ഒരയവുണ്ടാവുക. മനുഷ്യൻ്റെ നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ ഇത്രമാത്രം സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അരുളില്ലാത്തതാണ്. നമ്മുടെ ഗുരു പറയുന്നത്, അരുളാൽ വരും ഇമ്പം, അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും, ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാമിതേതിന്. വളരെ നെഗറ്റീവ് എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ഒരു നിഷേധാത്മകമായ ഭാഷ വളരെ കുറച്ച് വരികളിൽ മാത്രമേ ഗുരു ഉപയോഗിച്ചിട്ടുള്ളൂ. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പുതാനവൻ. അങ്ങനത്തെ വാക്കുകളൊന്നും ഗുരു ഉപയോഗിക്കാറില്ല. പരന് പരമ്പരിതാപമേകിടുന്നോർ എരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. എന്താണ് ആത്മാവിന് വിരുദ്ധമായ കാര്യം? ആത്മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വിരുദ്ധമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗുരു ധ്യാനിക്കാതിരിക്കുന്നതോ, പ്രാർത്ഥിക്കാതിരിക്കുന്നതോ, സ്വാധ്യായം ചെയ്യാതിരിക്കുന്നതോ, അറിവ് നേടാതിരിക്കുന്നതോ ആണെന്നല്ല പറയുന്നത്. പണ്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ ജപിക്കാതിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത്, നിങ്ങൾ ധ്യാനിക്കാതിരിക്കുന്നത്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാതിരിക്കുന്നത്, നിങ്ങൾക്കൊരു കൃത്യമായ ചര്യയില്ലാതിരിക്കുന്നത്, നിങ്ങൾ വിശ്വാസിയല്ലാതിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളുടെ ആത്മാവിന് അല്ലെങ്കിൽ ദൈവത്തിനെതിരായ കാര്യം എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ഇതൊക്കെ ചെയ്താൽ മതി, നിങ്ങൾ ജപിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, ധ്യാനിച്ചാൽ മതി, യോഗ ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും, സമാധാനം ഉണ്ടാകും, അത് ദൈവത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കും, ആത്മാവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നിടത്ത് ആത്മവിചാരം ചെയ്യാനല്ല ഗുരു പറയുന്നത്,
ആത്മവിചാരം ചെയ്തിട്ടല്ല ഒരാൾക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത്. ആത്മവിരോധമായ ഒരു കാര്യം ആത്മവിചാരം ചെയ്യാതിരിക്കലല്ല. ആത്മാവിനോട് ചേർന്ന ഒരു കാര്യം ആത്മവിചാരം ചെയ്യലുമല്ല. ആത്മാവിന് വിരോധമായ ഒരേ ഒരു കാര്യമുള്ളൂ, ഒരുവനു നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടയണം. നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ആ ഒരു ഓർമ്മ നമുക്കില്ല. ഇന്നിപ്പോ മനുഷ്യരത് ആഴത്തിൽ മനസ്സിലാക്കി വരുന്നുണ്ട്. കമ്പയർഷൻ എന്നുള്ള വാക്ക് ലോകവ്യാപകമായി, പണ്ടൊന്നും മനഃശാസ്ത്രം പറയുന്നവരൊന്നും കമ്പയർഷൻ എന്നുള്ള വാക്കൊന്നും അധികം ഉപയോഗിച്ചിരുന്നില്ല. രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് കമ്പയർഷനേറ്റ് ആവുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ സൂക്ഷ്മമായ നാഡീ ഞരമ്പുകളുടെ വലിഞ്ഞു മുറുകലുകളിൽ ഒരയവുണ്ടാവണമെങ്കിൽ ഇനി കരുണ കൊണ്ടേ പറ്റും, കമ്പയർഷനേറ്റ് ആയാലേ പറ്റും. അതുകൊണ്ട് ആത്മവിരോധമായ കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തെ സ്പർശിക്കുന്നതിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ സത്തയെ സ്പർശിക്കുന്നതിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്നത് ഒരുവനു നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിലാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റേത് എന്ന് ഞാൻ കരുതുന്ന ഒരു കൂട്ടത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ അതിന് പുറത്തുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, സങ്കടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിന് ദുരിതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആത്മവിരോധം. പിന്നെ ഒരു തുടർന്ന് പറയുന്നത്, പക്ഷെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര നമ്മൾ വിചാരിച്ചാലും നമ്മളുടെ സമാധാനത്തിന് വേണ്ടി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അറിയാതെയെങ്കിലും മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ നോവുണ്ടാക്കി പോയേക്കും. നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ ഉമ്മ എന്തായാലും വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഞാനവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഗൾഫിൽ പോയി ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നത്. ഇവിടെ ഇപ്പം നിങ്ങളുടെ മുമ്പ് എങ്ങനെ വന്നു നിൽക്കില്ല. ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചാൽ പെട്ടുപോകും. പണ്ട് ജലാലുദ്ദീൻ റൂമി ഒരു ഗംഭീര ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു മാൻപേട തൻ്റെ കുട്ടികളുമായിട്ട് പുൽമേട്ടില് കുറച്ച് നേരം അവിടെ ഇരിക്കും. അതായത് നമ്മളൊരു പ്രോഗ്രാമായിട്ട് കാണാം. എനിക്ക് വർത്താനം മുറിഞ്ഞു പോകും, സോറി കേട്ടോ, എനിക്കത് വരില്ല. ഞാനിങ്ങനെ വരുന്നിങ്ങനെ പറഞ്ഞു പോകാം. അപ്പൊ അതൊരു ബ്ലോക്ക് വരും, ക്ഷമിക്കണം. ഒരു പുൽമേട്ടില് പുല്ല് മേഞ്ഞ് നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു സിംഹം ഒരു പാറയുടെ പിന്നില് ഒളിഞ്ഞിരിക്കുകയാണ് ഈ മാനിനെ പിടിക്കാൻ വേണ്ടി. ഇത് കണ്ടുകൊണ്ട് റൂമി എന്ന് പറയുന്ന കവി ചോദിക്കുകയാണ്, തൻ്റെ ഗുഹയിൽ തങ്ങൾക്ക് ഭക്ഷണവുമായി കാത്തിരിക്കുന്ന സിംഹക്കുഞ്ഞുങ്ങളുണ്ട്. ആ സിംഹക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണോ, അതോ ആ തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പുല്ലുമേഞ്ഞ് നിൽക്കുന്ന ആ മാൻപേടയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? നമ്മളെല്ലാവരും മാനിന് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ ഒരു കവിക്ക് മാനിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതാണ് നമ്മളും കവിയും തമ്മിലുള്ള വ്യത്യാസം. വിയത്തിലിരുന്ന് കാ എന്ന് ചോദിക്കുന്നവനാണ് കവി എന്ന്, കവി എന്ന വാക്കിന്റെ അർത്ഥം പറയാറുണ്ട് ഗുരുമുഖ്യ. ആകാശത്തിലിരുന്ന് കാ എന്ന് ചോദിക്കുന്നത്. നമ്മളുടെ ബോധത്തിലിരുന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ആ സിംഹം ആ മാനിനെ പിടിക്കരുതേ എന്നാണ് കൊതിക്കുക. പക്ഷെ നമ്മൾ കുറച്ച് പരിണാമ ചരിത്രം മനസ്സിലാക്കിയാൽ ഒരു സിംഹത്തിന് ഒരു ഇരയെ കിട്ടണമെങ്കിൽ നല്ല പാടാണ്. ഒരു ദിവസം മുഴുവൻ മെനക്കെട്ടാലാണ് ഒരു ഇരയെ കിട്ടുള്ളൂ. കാരണം തന്നേക്കാൾ വേഗതയിൽ ഓടാവുന്ന രീതിയിലുള്ള ഇരകളാണ് പരിണാമപരമായി രൂപപ്പെട്ടിട്ടുള്ളത്. മാനിനൊക്കെ പിടിക്കാൻ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒളിഞ്ഞിരുന്ന് പരമാവധി പതുങ്ങി അടുത്തെത്താതെ ഒരിക്കലും ഒരു മാനോ പുലിയോ മാനിന്റെ പിന്നിലെ പിടിക്കാൻ ഓടില്ല. കാരണം ഒരിക്കലും കിട്ടില്ലെന്ന് അവർക്കറിയാം. മാനിനാണെങ്കിൽ എല്ലായിടത്തും ഭക്ഷണമാണ്. എവിടെ പോയാലും ഒരു മാനിന് ജീവിക്കാനുള്ള ഭക്ഷണമുണ്ട്. ഒരു പുലിക്കും സിംഹത്തിനും അപൂർവമായി കിട്ടുന്ന ഒന്നാണ് നല്ലൊരു ഫുഡ്. അതും നല്ല പണിപ്പെട്ടാലേ കിട്ടും. പതുങ്ങിയിരുന്ന് കഷ്ടപ്പെട്ട് നമുക്ക് ഒരിക്കലും കഷ്ടം തോന്നിയിട്ടില്ല. ഒരു പുലി
പതുങ്ങിയിരുന്ന് തൻ്റെ ഇരയ്ക്ക് വേണ്ടി നടത്തുന്ന കഷ്ടപ്പാടൊന്നും നമുക്ക് കഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് നമ്മൾ കാരണം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുള്ള സിംഹക്കുഞ്ഞിനെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മളോട് ചോദിച്ചാൽ, ഈ കവിയുടെ ഒരു ഇതിലൊന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ കരുണ എന്ന് പറയുന്നത്, നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നാച്ചുറലായി ഞാനെന്നും എൻ്റേതെന്നും പറയുന്ന ആ ഫ്രെയിമിന്റെ പുറത്തേക്ക് വരില്ല. നമ്മൾ എത്ര അറിവുള്ളവരായാലും വരില്ല. നമ്മളിനി ലോകത്തിലെ സമത്വ സുന്ദരമായ ലോകത്തെക്കുറിച്ച് എന്തൊക്കെ ചിന്തിച്ചാലും, എത്ര അറിവുള്ളവരായാലും അലിവ് നാച്ചുറലായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുക എൻ്റേത് എന്ന് തോന്നിയിരുന്നതിനോട് മാത്രമായിരിക്കും. എൻ്റെ മക്കളോട്, എൻ്റെ അച്ഛനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട്, അങ്ങനെ കുറച്ച് പേര് അത് ചുറ്റപ്പെട്ട് കിടക്കും. ബാക്കിയുള്ളതൊക്കെ നൈമിഷികമായി ഉണർന്നില്ലാതായി പോകുന്ന സൂപ്പ് മുമ്പുകളാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. അതിന് നമ്മൾ 1000 കൊല്ലം ധ്യാനിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. ധ്യാനിച്ച് കരുണ കൂട്ടാൻ പറ്റില്ല. ചെയ്തേ കൂട്ടാൻ പറ്റും. പ്രവൃത്തിയിലൂടെ അല്ലാതെ തലച്ചോറിനൊന്നും മനസ്സിലാവില്ല. ആശയങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇടമല്ല തലച്ചോറ്. ആശയങ്ങൾ കുത്തി നിറയ്ക്കാൻ പറ്റും. അത് സിസ്റ്റത്തിലേക്ക് സംശീകരിക്കപ്പെടണമെങ്കിൽ, അത് നമ്മളുടെ ഹോൾ എക്സിസ്റ്റൻസിന്റെ ഭാഗമായി തീരണമെങ്കിൽ, എൻ്റെ തലച്ചോറിൽ ഞാൻ കുത്തി നിറച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കി തുടങ്ങണം. ക്ഷമയെക്കുറിച്ച് ദിവസവും നമ്മൾ ധ്യാനിച്ചാലും ക്ഷമിച്ച് ശീലിക്കാതെ ക്ഷമ ബ്രെയിനിന് മനസ്സിലാവില്ല. നമ്മൾ വളരെ പീസ്ഫുള്ളായ അന്തരീക്ഷത്തിലിരുന്ന് ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉദാത്തമായ ആശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുമ്പോൾ നമ്മളുടെ ക്ഷമിക്കേണ്ട ഇടം അവിടെ വരുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ നല്ലതായിട്ടിരിക്കുന്നത്. ഗുരു ഉപയോഗിക്കുന്ന മനോഹരമായൊരു വാക്ക് അകമണയാതെ അകതാരമർത്തിടണം. പെട്ടെന്ന് നമ്മൾ നന്നാവാൻ പറ്റില്ല എന്ന് ഗുരുവിന് നന്നായിട്ട് അറിയാം. മനുഷ്യന് അങ്ങനെ പെട്ടെന്ന് നന്നാവാൻ പറ്റുന്ന ഒരു ജീവിയല്ല. വളരെ ബുദ്ധിമുട്ടാണ്. നല്ലൊരു മനുഷ്യനാവാൻ ഇത്രയും പ്രയാസമുള്ള ഒരു ജീവി വേറെയില്ല. ഇത്രമാത്രം സാഹിത്യവും തത്വചിന്തകളും കവിതയും സംഗീതവും സിനിമകളും ഒക്കെ ഉണ്ടായാലും ഒരാൾ അറിയാതെ തൊഴിൽ തട്ടിയാൽ നമ്മളൊരു നോട്ടം നോക്കില്ലേ? അറിയാതെ തട്ടിയാൽ മതി. ആ നോട്ടത്തിൽ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റാണ്. നോക്കിപ്പോക്കോളൂ. അറിയാതെ അയാൾ തട്ടിയതായിരിക്കുമെന്ന് ആദ്യം ചിന്ത വരുന്ന ഒരാളെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. അപൂർവമായിട്ടുണ്ടാവും. രണ്ടാമതേ വരുന്നത്. അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫോർമേഷൻ സാധ്യമല്ലാത്ത കോൺഷ്യസ്നെസ്സിന്റെ ഉടമകളാണ് നമ്മൾ. ഞാൻ മാറി എന്ന് പറയാനേ പറ്റൂ. സദാ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ല മനുഷ്യനായിട്ടിരിക്കാൻ പറ്റൂ. എപ്പോഴും പറയാം, ഇടയ്ക്കിടയ്ക്ക് പറയാം കയ്യിൽ നിന്ന് പോയിടുമെന്ന്. ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരൊക്കെ അത് വ്യാഖ്യാനിക്കും. ആ ചീത്ത ഗുരുവിൽ നിന്ന് വന്നതല്ലാന്നും അത് ശിഷ്യനെ മാറ്റാൻ വേണ്ടി ബോധപൂർവ്വം ഉണ്ടാക്കിയത്. പുള്ളി അതൊരിക്കലും പറയാറില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നമുക്ക് ഇത്ര ഇഷ്ടം. കയ്യിൽ നിന്ന് പോയി പറയും. അങ്ങനെ സാധാരണ ഗുരുക്കന്മാർ പറയാറില്ല. കാരണം അവർക്ക് തെറ്റുപറ്റില്ല. അവര് ഒരു 3 ദിവസം നമ്മൾ മഹാനെന്ന് കരുതുന്ന ഒരാളുടെ കൂടെ 3 ദിവസം താമസിച്ചാൽ പിന്നെ ആ ആളെ ഒരു മനുഷ്യനായിട്ടല്ലാതെ മഹാനായി ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. 3 ദിവസം താമസിച്ചാൽ ഗുരുനിത്യം 3ാമത്തെ ദിവസം മുതൽ എനിക്ക് നല്ല എന്നെ പോലെ ഒരു മനുഷ്യനാണ്. പിന്നെയും എന്തുകൊണ്ടാണ് നമ്മൾ മഹത്വം അനുഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരു പറയുന്ന ദർശനം ഞാൻ ആ മനുഷ്യനിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അവസാനത്തെ 4.5 വർഷമാണ് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചത്. ഇപ്പോൾ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടണം എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം ഞാൻ പഠിച്ചത്. അപ്പൊ നമ്മൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റിയിരുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. എനിക്കെപ്പോഴും
എനിക്കൊപ്പത്തിനൊപ്പമുള്ളവരെയും അതിന് മുകളിലുള്ളവരോടും മാത്രമേ നമ്മുടെ തലച്ചോറിന് റെസ്പെക്റ്റ് തോന്നുള്ളൂ. തലച്ചോറിന്റെ കാര്യം പറയും. നമ്മളൊക്കെ നമ്മളുടെ തലച്ചോറ് പറയുന്നത് കേട്ട് ജീവിക്കുന്നവരാണ്. നമ്മളുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേകത, ചിന്തിക്കുന്നവരാണ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ്.